ഗൈസ്, അപ്പോൾ അത്താണിക്കുണ്ടിൽ നിന്ന് മീൻ പിടിക്കുന്ന കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോ കാണാതെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ആ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഈ ഒരു വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നേരെ നമുക്ക് മറ്റ് മീൻപിടുത്ത കാഴ്ചകളും വിശേഷങ്ങളിലോട്ടൊക്കെ പോകാം. ഉമ്മറെന്തോന്ന് പൊക്കുന്നുണ്ട്. കടു തോന്നുന്നു, നല്ല സൈസുള്ള കടു. കുത്തിട്ടിയാ കുത്തിട്ടിയാ ആ കയ്യെന്താ ബാക്കിൽ വെച്ചേക്കണ്. ഒരു കുത്തിട്ടിട്ടുണ്ട്. അപ്പൊ കൈ ബാക്കിലോട്ട് വെച്ചതാണ്. അപ്പോൾ അതേ ചോര വരുന്നുണ്ട് അവർ രാജ്യമെന്ന്. അപ്പോൾ അതേ പരലുകളൊക്കെ അത് കോരിയെടുക്കുന്നുണ്ട്. പരലുകളൊക്കെ മയങ്ങിയിട്ടുണ്ട്, വെള്ളം കലങ്ങിയിട്ട്. അപ്പോൾ അതേ കിട്ടിയ പരലിനൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ അതേ നമ്മളെ സിദ്ധിയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്, നമ്മളെ മീൻപിടുത്തത്തിൻ്റെ ഹെഡ്. അപ്പോൾ സിദ്ധിയൊക്കെ ഇറങ്ങാൻ നിൽക്കുന്നുണ്ട്, ഷർട്ടൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ സിദ്ധിയൊക്കെ പിള്ളേരാണ് ഇതൊക്കെ കേട്ടോ. വയമ്പിൻ്റെ ഒരു കൂട്ടം, വയമ്പും കൂട്ടത്തിലൊന്ന് കോരിയതാണ്. അതാണ് ആ ഒരു ചാട്ടം കണ്ടത്. അപ്പോൾ തലങ്ങും വിലങ്ങും ആ ഒരു വയമ്പും കൂട്ടത്തിൽ കൂടെ ഇങ്ങനെ കോരിയാണ്. ഈ വയമ്പുകൾ ചാടുന്ന ഒരു ചാട്ടം കാണാൻ നല്ല രസമാണ്. എന്താ ആടം പരിക്ക് അവിടെ ചാകരയാണ് കേട്ടാ. നമ്മളെ വയമ്പിൻ്റെയും പരലിൻ്റെ ഒക്കെ വയമ്പും കൂട്ടാട്ടാ. ഇതാണ് വയമ്പും കൂട്ടം. ഇതാണ് വയമ്പ്. അപ്പോൾ അതെ കിട്ടിയിട്ടുള്ള ഓരോ പരലിൻ്റെ ഒക്കെ സൈസ്. പരലുണ്ട്, കടുണ്ട്, സിലോപ്പിയൊക്കെ സിലോപ്പിയൊക്കെ ഉണ്ടാവും. ഇതെന്താ തൊണ്ണിയാണ്? തൊണ്ണി 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 ഗൈസ്. അപ്പോൾ ഈ ഒരു കുഴിയിലാണ് ഇനി മെയിനായിട്ട് പിടിക്കുന്നത്. അപ്പോൾ അതായത് ഒരു ചെറിയൊരു എൻജിൻ അത് അങ്ങോട്ട് ഇറക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ റസാക്കാക്ക എൻജിൻ ഓപ്പറേറ്റർ അത് റെഡി ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട് മുകളിൽ. അപ്പോൾ അതെ ചെറുവക പരല്, തൊണ്ണി, കടു ഇപ്പോൾ മിക്സ്ഡ് ആയിട്ടാണ്. ഈ ഒരു ഭാഗത്ത് എൻജിൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻജിൻ അത് അടിച്ച് തുടങ്ങിയിട്ടുണ്ട്. മുകളിലത് ഒരുപാട് കാണികളുണ്ട് മീൻപിടുത്തം കാണാനായിട്ടൊക്കെ എത്തിയിട്ടുള്ള. അതുപോലെ അത് ഈ ഒരു സൈഡിലും കുറച്ച് പേര് ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലൊന്ന് വെള്ളം വാർന്ന ഇതിലുള്ള മീൻപിടുത്തം തുടങ്ങും. അത് തൊണ്ണിനൊക്കെ എടുത്ത് ആര് കുടത്തിലോട്ട് ഇടുന്നുണ്ട്. അതെ അത് ഏകദേശം സൂര്യനിങ്ങനെ താന്നു തുടങ്ങിയിട്ടുണ്ട്. അതെ അതെ ഇവിടെയൊക്കെ മീനാണ് നമ്മളെ സിദ്ധിയൊക്കെ തപ്പുന്ന ഈ ഒരു ഭാഗത്തൊക്കെ. കടു നല്ല സൈസുള്ള കടു കേട്ടാ. പിന്നെ കോരി അവർ നമ്മളെ ഫാനിൻ്റെ നെറ്റിൽ എടുത്തിട്ടുണ്ട്. അതേട്ടാ കടുവിനെ കൊടുന്ന് ഇതാണ്. കടുവിൻ്റെ ഒക്കെ ഒരു സൈസ് വരാലിൻ്റെ സൈസ് വരുന്നുണ്ട് ഏകദേശം.
തുണ്ണി 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 അനക്കുള്ള പണി ഇവിടെ വാ തുണ്ണി അടക്കിപ്പൊടി അടക്കിപ്പാ എന്താ കണ്ണാനാ എത്തിയേക്ക അവിടെ വെച്ചൊക്കെ ചാകരയാണ് കേട്ടാ വയമ്പിന്റെ കോരി എടുത്ത് ഇതാണ്. എന്താ സിദ്ധിയാക്ക എന്താണ് കടുവാണ്? ഒരു 1.5 സിലോപ്പി കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു സിലോപ്പി കേട്ടാ. എന്തായാലും ഒരു 1.5 കിലോൻ്റെ മേപ്പോട്ട് സൈസ് വരും. ഏകദേശം വെള്ളമൊക്കെ അതായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വലിയ വലിയ സൈസുള്ള സാധനങ്ങളൊക്കെ അത് കൈമ തട്ടി തുടങ്ങിയിട്ടുണ്ട്. ഒരു കണ്ണാതെ കയറിയിട്ടുണ്ട് കേട്ടാ. ഒരു മീഡിയം സൈസാണ്. ഒരു മീഡിയം സൈസുള്ള ഒന്നത് നമ്മളെ സിദ്ധിയൊക്കെ അത് തട്ടിയിട്ടതാണ്. പിള്ളേരിത് പിടിച്ചിട്ടുണ്ട്. അതെ കടു അതിന് നോക്കിക്കോ. ആ നെറ്റ് അതാ. വരാലുകൾ തലങ്ങും വിലങ്ങും ചാട്ടം തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒന്ന് കയറിയിട്ടുണ്ട്. കരക്കുന്ന കമ്മി ഇങ്ങനെ ഇറങ്ങിയരാ. അതെ അവിടെ ഒന്നത് കയറിയിട്ടുണ്ട്. സൈസുള്ളതൊന്ന് കയറിയിട്ടുണ്ട്. കുടത്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ. നല്ല അടിപൊളിയൊരു വരാലാണ് കിട്ടിയത്. ഇപ്പോൾ സിലോപ്പിൻ്റെ ഒക്കെ ഓരോ സൈസ്. അവിടെ നല്ലൊരു സാധനമുണ്ട്. ഇപ്പോൾ നമ്മളെ സിദ്ധിയാക്കാൻ നിൽക്കുന്ന ആ ഭാഗത്ത് ഞാനത് കോരി ആ ഒരു വലയിലോട്ടാക്കിയിട്ടുണ്ട്. ഇപ്പം ലൈറ്റ് പോയി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഈ കടുവിൻ്റെ ഒക്കെ ഒരു സൈസ്. കണ്ണങ്ങനെ ചളിയിൽ നിന്ന് ഇറങ്ങി വരികയാണ്. സിദ്ധിയാക്ക ചാടി ഒന്ന് കംപ്ലീറ്റ് മീനുകളാട്ടെ ഗൈസ്. പരല് വയമ്പ് നല്ലൊരു സാധനം. അപ്പോൾ അതെ സിദ്ധിയൊക്കെ നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് വരാലുകളാണ്. കടു
കംപ്ലീറ്റ് കടു സൈസുള്ള ഹെവി ഒരു സാധനം ചാടിയ സൈസുള്ളൊരു വരാലിത്. അത് നമ്മളെ ഉമ്മർ ബ്രോക്ക് ഇത് ഒരു കടുവിൻ്റെ ഒരു കുത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ബിലാൽ ബ്രോ അത് ഫൂട്ട് വാൾവിൻ്റെ അവിടെ നിന്ന് പരലിനെ വയമ്പിനെ അങ്ങനെ പെറുക്കിയിടാണ് ആ ഒരു ചാക്കിലോട്ട്. നമ്മളെ ഉമ്മർ അത് കുത്ത് കിട്ടി യൂറിയൻ പാസ് ചെയ്യുന്നുണ്ട്. ഉമ്മറ എന്താ പാട് സുഖണ്ടാ? ഓ കടുകുത്തി പൊളിച്ചതാണ് ചോര. അപ്പോൾ ലൈറ്റ് ഏകദേശം പോയിട്ടുണ്ട്, എന്നാലും നമുക്ക് നോക്കുക. കുട്ടിയൊക്കെ അവിടെ എന്തോ കണ്ട് തട്ടിയതാണ്, അത് കയറിയില്ല. നല്ലൊരു സാധനമാണ് തോന്നണേ. തട്ടിയതിൽ കൊണ്ട് ഒഴിഞ്ഞ് ഗൈസ്. അപ്പോൾ ഇരുട്ടായാലും ഒന്ന് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു പ്ലാനിങ് ആണ്. കാരണം നല്ല മഴക്കാറാണ്. മഴ പെയ്താൽ കംപ്ലീറ്റ് വെള്ളമാവും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ ഇവർ മാക്സിമം ഇത് പിടിക്കാനുള്ളൊരു ശ്രമത്തിലാണ്. അപ്പോൾ രാത്രി ഇവിടെ ലൈറ്റൊക്കെ വെച്ചിട്ട് പിടിക്കാനുള്ളൊരു പ്ലാനിങ് ആണ്. അപ്പോൾ ഇവരെല്ലാവരും ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് വീട്ടിലൊക്കെ ഒന്ന് പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാവും ഇങ്ങോട്ട് വരിക. അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള മീനുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് നൈറ്റിൽ ഇവർ പിടിക്കുന്ന ആ ഒരു മീൻപിടുത്തം കാഴ്ചകളൊക്കെ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ബാക്കി മീനുകളൊക്കെ ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ടോട്ടലായിട്ട് ഇവർക്ക് ഈ ഒരു കുഴിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എല്ലാ മീനുകളും ആ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇതുവരെ നമുക്ക് പിടിച്ച് കിട്ടിയിട്ടുള്ള മീനുകൾ ഇത് ഇവിടെ കാണുന്ന ഈ ഒരു മീനുകളൊക്കെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഇതുവരെ കിട്ടിയിട്ടുള്ള മീനുകൾ ഞാൻ കാണിച്ചുതരാം. അവിടെ ഇപ്പോഴും പിടുത്തം നടന്നുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഈ ഒരു ചാക്കിലിത് ഒരു അരച്ചാക്കോളം, ഒരു കാച്ചാക്ക് അരച്ചാക്കിൻ്റെ അടുത്തോളം വയമ്പാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നീറ്റുള്ള വയമ്പുകൾ ഇനി അവിടുന്ന് കൊണ്ടുവരാനുണ്ട്. ഇത് കംപ്ലീറ്റ് കടു അല്ലേ? കടു. ഈ ഒരു കടുവിൻ്റെ സൈസ് കേട്ടാ. ഇതിനെന്താ പറയുന്നത്? വാളം കടു. കണ്ണനേക്കാളും സൈസ് ഉണ്ടല്ലോ. ആ അതുപോലെ ഇതില് കംപ്ലീറ്റ് പൊരിക്ക് അതുപോലെ ഇതൊരു കണ്ണ അതാ വെള്ളം മലിഞ്ഞീനാട്ടത്. വലിയൊരു മഞ്ഞുണ്ട്. അടിപൊളിയൊരു മഞ്ഞത് ആ തുടക്കത്തിൽ കിട്ടിയതാണ്. ഒരാൾ മൊത്തത്തിലാണ്. വെള്ളം ഒഴിവാക്കി നമ്മൾ കാണിക്കും. അതെ അവിടുന്ന് പിടിച്ചിങ്ങനെ വരികയാണ് നമ്മളെ വൈസ് ബ്രോ. ഇതെപ്പോഴാണ് കിട്ടുന്നത്? ഓ വരാലിൻ്റെ നല്ല സൈസുള്ള. എന്താ അതിൻ്റെ തലടൊക്കെ സൈസ് മോനെ. വണ്ടി വെള്ളാക്കല്ല, അടുത്ത കുറ്റി വെച്ച് കുഴി വെച്ചിക്കേണ്ടി വരും. അപ്പൊ അതിലോട്ട് ഇട്ടിട്ട് പിന്നെ അത് വണ്ടി കളിച്ച് മൊത്തം അടുത്ത് ചാവ് എന്തായാലും നമ്മള് ഗൈസ്. അപ്പൊ നമ്മളെ ബിലാൽ ഇതാ വന്നിട്ടുണ്ട്. അരച്ചാക്ക് ഫ്രഷ് പാരില്ല കണ്ടില്ല. ആ ഫൂട്ടുകളിന്റെ നിന്ന് മാത്രം പെറുക്കിയതാണ്. അരച്ചാക്കോളം വേറെ ചാക്കാണിത്. അപ്പൊ സ്ലോപ്പികൾ ഇനി ഒരുപാടുണ്ട്. അതിൽ സ്ലോപ്പി അതുപോലെ കടു അതുപോലെ തൊണ്ണി അങ്ങനെയുള്ളതൊക്കെ ഈ ഒരു ബോക്സിൽ ഒരു അര ബോക്സുകളുണ്ട്. അര ബോക്സല്ല ഒരു ബോക്സിൽ കൂടുതലുണ്ട്. ഒന്നും പോകില്ല, പേടിക്കണ്ട. ഒന്നും പോകില്ല, ഒന്നും പോകില്ല. നല്ല ടൈറ്റ് പൊട്ടൂല. ഇതിന്റെ നെറ്റൊന്നും പൊട്ടൂല. ഇതുവരെ കിട്ടിയിട്ടുള്ള മീനാണ്. ഇനിയും പിടിക്കാനാണ്. ഓരോ വരാലിന്റെ ഹെവി വരാലുകളാട്ടോ. ആ സിലോപ്പിനെടുത്ത ഒരു ഈ ഒരു നീല കാക്കന്റെ അരവളുണ്ട്. ഇതാണ് ഗൈസ് ആയിരിക്കട്ടോ. ഇതിന്റെ നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒന്ന് പൊക്കിയിട്ട് എൻ്റെ കയ്യിൽ അതെ കയ്യാണ്. കയ്യിന്റെ ആ ഒരു മസിലിന്റെ മേലെയാണ്. കടുവാണേ, ഒറിജിനൽ കടു.
എല്ലാം മൂർച്ചുള്ള സാധനം ഒറിജിനൽ കാടും എല്ലാരും തട്ടി കളിച്ചു